ഹായ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കേക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെന്തോ കേക്കാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ കേക്ക് ഒരു ഫ്രൂട്ട്സ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ ഫ്രൂട്ട്സിൻ്റെ പേരാണ് പീച്ച് എന്ന് പറയും. ഇതുപോലെ തന്നെ വേറൊരു ഫ്രൂട്ട്സുകളുണ്ട്, നെക്ടറിൻസ്. ഇത് പീച്ചാണ്. അപ്പോൾ ഈ പീച്ച് ഇപ്പം പീച്ചിൻ്റെയൊക്കെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ സീസണാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കേക്ക്, അതുപോലെ തന്നെ പയ്യെ, അതുപോലെ തന്നെ ജാമ്, ഇതൊക്കെ നമ്മുടെ ആടിൽ തന്നെ പീച്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഉണ്ടാക്കാം. അപ്പോൾ ഇതെൻ്റെ ഒരു അടുത്ത കൂട്ടുകാരൻ, അവൻ്റെ ഭവനത്തിൽ നിന്ന് കിട്ടിയതാണ്. അവരുടെ പീച്ചയിൽ ഉണ്ടായതാണ്. അപ്പം ഇതിന് മരുന്നൊന്നും ചെയ്തതല്ല, അടിച്ചതൊന്നുമല്ല, 100% ഓർഗാനിക് ആയിട്ടുള്ള പീച്ചാണ്. ഇപ്പം നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ സൈസിലുള്ള പീച്ച് കിട്ടും. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ അതുപോലത്തെ ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് ഒരു ആവറേജ് സൈസ് ഉള്ള പീച്ചുകളാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ മറ്റ് ദോഷങ്ങളോ ഒന്നുമില്ല. അപ്പം ഇത് ഉപയോഗിച്ചൊരു കേക്കാണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ടും വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ആ ഭാഗത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്കൊരു 2 കപ്പോളം ഈ ഫ്രൂട്ട്സ് നമുക്ക് ചെറുതായിട്ട് വെഡ്ജസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 2 കപ്പ് നമുക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ അതിൻ്റെ മണ്ടയ്ക്ക് ചോപ്പിംഗ് ആയിട്ടൂടെ നമുക്ക് നല്ല പീസ് നോക്കി വെച്ച് എടുത്ത് വെക്കണം. ഒരു 1/4 ഇഞ്ച് കനത്തി വരത്തക്കോളുള്ള വെഡ്ജസ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. സ്കിന്ന് കളയേണ്ട ആവശ്യമില്ല. അപ്പം കേക്കിന് വേണ്ട ഫ്രൂട്ട്സ് തയ്യാറായി. ഇനി നമുക്കിതിൻ്റെ മറ്റ് ഇൻഗ്രീഡിയൻറ്റ് പാർട്ടിയിലേക്കൊക്കെ കടക്കാം. അപ്പം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മതി ഈ കേക്ക്. അപ്പം അത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോഴടുത്ത് നമുക്ക് ഇതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് തയ്യാറാക്കാം. അതിനു വേണ്ടി ഞാൻ 1.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവറാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ സോൾട്ട്, ഇത്രയേ ഉള്ളൂ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ്. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് മിക്സ് ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. അടുത്ത നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് പാർട്ടിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഈ കേക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഒരു 3/4 കപ്പ് ബട്ടറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആ ബട്ടർ എടുക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. അതൊരു സോഫ്റ്റ് ആൻഡ് ബട്ടർ ആയിരിക്കണം. അതായത് നേരത്തെ എടുത്ത റൂം ടെമ്പറേച്ചറിൽ വെച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ബട്ടർ ആയിരിക്കണം. ഇനി നമുക്ക് ഈ ബട്ടർ ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബട്ടറിലേക്ക് ഇതിലേക്ക് ഇനി ഒരു 3/4 കപ്പ് ഷുഗർ കൂടെ ചേർത്ത് ബീറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് എഗ്ഗാണ്. അത് ഓരോന്നായിട്ട് ബീറ്റ് ചെയ്യുക.
അപ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് വേണ്ടത് വാനില എക്സ്ട്രാക്റ്റ് ആണ്. അതൊരു 1 ടേബിൾ സ്പൂൺ വരത്തക്ക പോലെ ഒഴിക്കുക. വീണ്ടും മിക്സ് ചെയ്യുക. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് യോഗട്ടാണ്. യോഗട്ട് നമുക്ക് യോഗട്ടല്ല, നമുക്ക് സവർ ക്രീം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലെയിൻ യോഗട്ട് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് പ്ലെയിൻ യോഗട്ട് തന്നെയാണ് 1/4 കപ്പ് വരത്തക്ക പോലെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കേക്ക് നമ്മൾ ബേക്ക് ചെയ്യുന്ന 350 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് പ്രീ ഹീറ്റ് ചെയ്യണം ആവശ്യമുണ്ട്. അപ്പം നമുക്ക് നേരത്തെ നമുക്ക് ഓവന് പ്രീ ഹീറ്റ് ചെയ്യാം 350 ഡിഗ്രി. വെറ്റ് ഇൻഗ്രീഡിയൻറ്റും ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും റെഡി ആയിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് ഈ വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻറ്റും ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും കൂടെ മിക്സായി വെച്ച് റെഡി ആയിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സ് നമുക്കിനി ആഡ് ചെയ്തൊന്ന് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് മുഴുവൻ ഫ്രൂട്ട്സും ഇടുന്നില്ല. അതിന് ചോപ്പിംഗ് ആയിട്ട് വെക്കത്തക്ക പോലെ കുറേ നല്ല വെജസുകൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പം ഇതുകൂടെ ഇതിൻ്റെ കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. വളരെ ഈസി ആയിട്ടുള്ള ഒരു കേക്കാണ്. അധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നും വേണ്ട. നമ്മുടെ യാർഡിൽ നമുക്ക് പീച്ചൊക്കെ ഇനഫായിട്ട് സീസൺ ടൈമിൽ കിട്ടുന്ന സമയത്ത് ഇതുപോലത്തെ സമ്മർ ടൈമിൽ സമ്മർ ഡെസേർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം മിക്സിങ് റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ഇത് 9 ഇഞ്ച് പാനാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ പാർച്ച്മെൻറ്റ് പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. അത് ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈസി ആയിട്ട് തന്നെ ഈ കേക്ക് ഇളകിപ്പോരും. അപ്പോൾ അതിലോട്ട് നമുക്ക് ഒന്ന് മാറ്റാം. ഇനിയും അടുത്ത് ഞാൻ നേരത്തെ മാറ്റി വെച്ചിരുന്ന ചില പീസസുകളുണ്ട്. അതായത് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുത്ത നല്ല പീസുകൾ. അത് ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരു പാറ്റേണായിട്ട് അങ്ങോട്ട് വെക്കുക. ഇപ്പോൾ നമ്മുടെ കേക്ക് പ്രിപ്പറേഷൻ ഫിനിഷ് ആയിരിക്കുകയാണ്. ഇതിന് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. നമ്മുടെ പ്രീ ഹീറ്റ് ഓവനിലേക്ക് വെച്ച് ഏതാണ്ട് 1 അവറോളം സമയം വേണ്ടി വരും. അപ്പോൾ ഓവന് റെഡിയായ ഉടനെ നമുക്ക് ഇതങ്ങോട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഓവനും റെഡിയായി, നമ്മുടെ കേക്കുള്ള മിക്സും റെഡിയായി. ഇനി ബേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമ്മുടെ ഓവനകത്ത് ഏതാണ്ട് 1 അവറോളം സമയം വേണ്ടി വരും. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, നമ്മുടെ കേക്ക് ഇപ്പം നമ്മൾ വെച്ചിട്ട് ഇപ്പം 1 അവർ ആയിരിക്കുകയാണ്. കേക്ക് റെഡിയായി. ഇപ്പോൾ അതിന് ഓവനിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുകയാണ്. ഇതാണ് ഓവനിൽ നിന്ന് എടുത്ത കേക്ക്. ഇതിന് നമുക്ക് ഒരു 15 മിനിറ്റ്സ് അതൊന്ന് കൂൾ
ആകാൻ വേണ്ടി ഒന്ന് വെക്കണം. എന്നിട്ടാണ് ഇതിന്ന് എടുക്കുന്നത് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഒരു 15 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ കേക്ക് റെഡിയായി. ഇനി നമുക്കതിൻ്റെ അത് കൂൾ ഡൗൺ ആയി. ഇനി നമുക്കതിൻ്റെ കേക്ക് പ്ലേറ്റിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഇപ്പോഴും ശകലം ചൂടുണ്ട്, എന്നിരുന്നാൽ പോലും കുഴപ്പമില്ല. നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാം. വേറൊരു കേക്ക് പാൻ ഇതുപോലെ എടുക്കുക, സെയിം സൈസ്. എന്നിട്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഇനി അവസാനമായിട്ട് ചെറിയൊരു ഡെക്കറേഷൻ പരിപാടികളുണ്ട്, അതും കാണിക്കാം. അവസാനമായിട്ട് ശകലം പൗഡേർഡ് ഷുഗർ ഇതിൻ്റെ മണ്ടയ്ക്ക് ഇതുപോലെ സ്പ്രിങ്കിൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ വെരി സിമ്പിളായിട്ടുള്ള പീച്ച് കേക്ക് റെഡി ആയിരിക്കുകയാണ്. വളരെ ഈസി ആയിട്ടും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. അപ്പോൾ ഇതൊരു സമ്മർ ഡെസേർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സമ്മർ ടൈമിൽ ധാരാളം പീച്ചസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഇതിൻ്റെ സീസണാണ് ഇപ്പോഴ്. ഇതുപോലത്തെ പല കേക്കുകളും ഈ സമ്മർ ടൈമിൽ നമുക്ക് ഉണ്ടാക്കാം. അതായത് ന്യൂയോർക്കിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഫ്രൂട്ട്സുകളും, അതായത് ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, അതുപോലെ തന്നെ സ്ട്രോബെറി, ഇതുപോലത്തെ ഫ്രൂട്ട്സുകളെല്ലാം ധാരാളം കിട്ടും. ഇതുപോലെല്ലാം വെച്ച് നമുക്ക് കേക്ക്, പയ്യെ ഇതെല്ലാം ഉണ്ടാക്കാം. അപ്പോൾ അത് വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഈ കേക്ക് തന്നെ, ഈ പീച്ച് ഉപയോഗിച്ച് തന്നെ പല വേരിയേഷനിൽ നമുക്ക് പല കേക്ക്, അതായത് ലെയർ കേക്ക് ഉണ്ടാക്കാം. അതായത് പ്യൂരി ആയിട്ട് ഇത് അടിച്ചെടുത്തിട്ട് നമുക്ക് 2 ലെയറായിട്ടുള്ള ലെയർ കേക്ക് ഉണ്ടാക്കാം. അങ്ങനെ സോ മെനി വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ് ഞാൻ കാണിച്ചതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു നല്ലൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ. താങ്ക് യു വെരി മച്ച്.